ഇത് മനുസ്മൃതി കത്തിച്ച നാടാണ്. ഇവിടെ ഖുർആൻ കത്തിക്കേണ്ടി വന്നാൽ കത്തിക്കണം. അത് തന്നെ ഞാൻ പറയാം. ഓക്കെ, ഒരു കാര്യം ചെയ്യും, ആരിഫ് ഹുസൈൻ കത്തിക്ക്, ജയിലിൽ പോണതാണ്. ആരിഫ് ഹുസൈൻ കത്തിക്ക്, ജയിലിൽ മനുസ്മൃതി കത്തിച്ച അവിടെ പോകില്ല, ഖുർആൻ കത്തിച്ച പോകും. അത് തന്നെ ഞാൻ പറഞ്ഞത്. അതാണ് ഇസ്ലാമിന്റെ ആ കോണം. ഇനി ഇവിടെ അങ്ങോട്ട് അവന്റെ യഥാർത്ഥ തനി കോണം, വിത്ത് കോണം അവനിപ്പോ എടുക്കുന്നുണ്ട്. അതോടെ കേൾക്കും നിങ്ങൾ. രണ്ട് കാര്യമാണ് നമ്മളിവിടെ പറഞ്ഞത്. മുസ്ലിങ്ങളെ കുറിച്ചല്ല, ജിഹാദികളെ കുറിച്ചാണ് പറഞ്ഞത്. ജിഹാദികളെ കുറിച്ച് പറയുമ്പോൾ എന്തിനാണ് ഈ മുസ്ലിങ്ങൾക്ക് വേദനിക്കുന്നു എന്ന് പറയുന്നത്? ജിഹാദികളെ കുറിച്ച് പറയുമ്പോൾ മുസ്ലിങ്ങൾക്ക് വേദനിക്കുന്നുണ്ടെങ്കിൽ വേദനിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആളുകളാണ് നമ്മൾ. ഇവിടെ സംഘികൾക്കെതിരെ പറയുമ്പോൾ ഹിന്ദുക്കൾക്ക് വേദനിക്കുന്നുണ്ടെന്ന് ആരും ഇവിടെ പറയാറില്ലല്ലോ. അത് വിചാരിച്ചിട്ട് അതങ്ങനെ പറയരുതെന്ന് ആരും ഇവിടെ പറയാറില്ലല്ലോ. എന്തിനാ ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ജിഹാദികളെ പറയേണ്ടടുത്ത് ജിഹാദികളെ പറയണം. അവിടെ മുസ്ലിങ്ങൾക്ക് വേദനിക്കുമെന്ന് വിചാരിച്ച് മിണ്ടാണ്ടിരിക്കുന്ന ആ ഇരട്ടത്താപ്പിന് എന്നെ കിട്ടില്ല. ഒന്നാമത്തെ കാര്യം അതാണ്. ഒന്നാമത്തെ കാര്യം, എൻ്റെ പൊന്ന് ആരിഫെ, ഈ ജിഹാദികളെ പറയുമ്പോൾ ജിഹാദികളായിട്ടുള്ള ആളുകൾക്ക് വേദനിച്ചാൽ മതി, മുസ്ലിങ്ങൾക്ക് വേദനിക്കേണ്ട ഒരു കാര്യമില്ല. സത്യമാണ് നീ പറഞ്ഞത്. പക്ഷേ ഈ ജിഹാദികളെ പറയുമ്പം, അതായത് മൊത്തം മുസ്ലിങ്ങൾ അങ്ങോട്ട് കൂട്ടിയെടുത്ത് മുസ്ലിങ്ങൾ മൊത്തം പഠിക്കുന്ന ഖുർആനിൽ ഇതാണ് എഴുതി വെച്ചത്, അല്ലെങ്കിൽ ഖുർആനിൽ ജിഹാദാണ് എഴുതി വെച്ചത് പറയുന്ന നിന്റെ ഒരു പെരട്ടത്താപ്പുണ്ടല്ലോ, ഇരട്ടത്താപ്പല്ല പെരട്ടത്താപ്പ്, അത് നിർത്താം. അതുകൊണ്ടാണ് നിന്നോട് ആൾക്കാർ സംസാരിക്കുന്നത്. അതായത് മുസ്ലിം വിരോധം മാത്രം ഉള്ളിൽ വെച്ചിട്ട് ഒരുമാതിരി സംഖ്യയുടെ അണ്ടി നക്കിട്ടുള്ള പരിപാടി നീ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നീ ഇവിടെ ജിഹാദികളല്ല കുറ്റം പറഞ്ഞു, നീ ഇവിടുന്ന് മൊത്തം മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞു. അതിനാണ് ഈ വിവരങ്ങളെ കുറച്ചെങ്കിലും ബുദ്ധി വിവരമുള്ള ആളുകൾ കുണുവായിട്ടുള്ള നിന്നോട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. നിനക്ക് സംസാരിക്കാൻ അറിയാം, നിനക്ക് ഇംഗ്ലീഷ് അറിയാം, നിനക്ക് നല്ല രീതിയിൽ സംസാരിച്ച് ഡിബേറ്റ് ചെയ്തിട്ട് ആരെന്ത് പറഞ്ഞാലും അവർ പറഞ്ഞത് കേൾക്കാണ്ട് സംസാരിക്കാൻ നിനക്കറിയാം. അതുകൊണ്ട് മാത്രമാണ് നീ പറഞ്ഞ ന്യൂസ് 18, ചലം ചാനൽ, ക്രിമി ചാനൽ, ഈ ചാനൽ മാത്രം നീ ഒതുങ്ങിപ്പോകുന്നത്. നീ അതിൻ്റെ അപ്പുറത്തോട്ടുള്ള ഒരു മുഖ്യ മേഖലാ ചാനലിലോട്ട് നീ വരാത്തത് നിന്റെ ആ ഒരു സംഗീതം കൊണ്ടാണെന്ന് നീ ആലോചിക്കണം കേട്ടോ. ബാക്കി പറ കേൾക്കട്ടെ. പിന്നെ കാഫിറിനെ കൊല്ലണം എന്നുള്ള നിയമം ഉണ്ടെങ്കിൽ ഏതെങ്കിലും കാഫിറിനെ പിടിച്ച് കൊന്നാൽ പോരെ എന്നാ ചോദിച്ചത്. എന്ത് വാദമാണ് ഞാൻ ചോദിക്കുന്നത്? കാഫിറിനെ കൊല്ലാൻ ഒന്നാമത് പാകിസ്ഥാനിലെ കാഫിറിനെ കൊന്നുവന്ന് തീർന്നു കഴിഞ്ഞു. ഇനി ആകെ എണ്ണി പെറുക്കിയെടുക്കാൻ ആകെ 5-10 ഉള്ളൂ. അവിടുത്തെ നിരന്തരമായിട്ടുള്ളൊരു പ്രശ്നമാണ് ഈ പറയുന്ന മൈനോറിറ്റിക്കെതിരെയുള്ള പെർസിക്യൂഷൻ. അതിനെക്കുറിച്ച് ഒരു 2 വാക്ക് പറഞ്ഞ വളരെ നല്ല കാര്യമായിരിക്കും, പുണ്യം കിട്ടുന്ന കാര്യമായിരിക്കും. ഒന്നത്. ഇനി ഇവിടെ നീ ഒരുപാട് പുണ്യം ഉണ്ടാക്കാനും നിൽക്കണ്ട. ഈ പാകിസ്ഥാനിലെ മൈനോറിറ്റിയുടെ അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളും അവിടുത്തെ ഈ പറഞ്ഞ മുസ്ലിങ്ങൾ അവരെ കൊന്നൊടുക്കുന്നതുകൊണ്ടല്ല. അവിടുത്തെ വളരെ മൈനോറിറ്റി പെർസെൻറ്റേജ് മാത്രമുള്ള ആളുകളായിട്ടുള്ള അവർ കൂടുതലും ഈ പ്രാവശ്യം അല്ലെങ്കിൽ ഈ കുറേ കാലങ്ങളായിട്ട് US-ലോട്ടും കാനഡയിലോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അവർ മൈഗ്രേറ്റ് ചെയ്താൽ പോയത്. അല്ലെങ്കിൽ അവിടുന്ന് അവർ സ്പ്രെഡ് ആവാണ്ടിരിക്കാനുള്ള മെയിൻ കാരണം അവിടെ മൈഗ്രേഷൻ കൊണ്ടാണ്. ആ മൈഗ്രേഷൻ്റെ റേറ്റ് എൻ്റെ പൊന്നുമോനൊന്ന് ഗൂഗിളിൽ അടിച്ചു വയ്ക്കാൻ നിനക്ക് കിട്ടും. അല്ലെങ്കിൽ ഈ പറഞ്ഞ മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ മുസ്ലിങ്ങളായിട്ടുള്ള ഈ പാകിസ്ഥാനിലെ ആളുകൾ കൊന്നൊടുക്കി തീർത്തതൊന്നുമില്ല പാകിസ്ഥാനിലെ മുസ്ലിങ്ങൾ. വെറുതെ ഈ നാട്ടിലെ സംഖ്യകളെ പറ്റിക്കാൻ നിൽക്കരുത് പൊന്നാരിഫെ, പ്ലീസ്. പറഞ്ഞ പ്രശ്നം ഇതിൽ മതമുണ്ടോ? മതമുണ്ട്. ഗസ്വായ ഹിന്ദ് എന്ന് പറയുന്നത് മുഹമ്മദ് നബി പഠിപ്പിച്ച കാര്യമാണ്, ഹദീസിലുള്ള കാര്യമാണ്. രാഹുൽ ഈശ്വർ അത് കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ പിന്നെ അത് ഞാൻ പറയട്ടെ അത് പറയാൻ പറ്റില്ല. ഞാൻ സംസാരിച്ച് കഴിഞ്ഞിട്ട് സംസാരിച്ചാൽ മതി. ഞാൻ സംസാരിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ക്ഷമ കൈക്കൊള്ളൂ. നീ ഗസ്വായ ഹിന്ദ് എന്നൊക്കെ പറഞ്ഞ അങ്ങോട്ട് പോകുമ്പോഴല്ലോ സംഖ്യകളുടെ വിചാരം എന്തോ വലിയ സംഭവം നീ അങ്ങോട്ട് എടുത്തിട്ട് അല്ലെങ്കിൽ ഹിന്ദുക്കളെ കൊല്ലാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹിന്ദുനെ കൊല്ലാൻ വേണ്ടി ഉണ്ടാക്കിയുള്ള എന്തോ ഒരു പുതിയ സംഭവം മുഹമ്മദ് നബി കണ്ടുപിടിച്ച് എടാ പരട്ടെ തള്ളാണ്ടിരിക്കും. ഈ പറഞ്ഞ ഗസ്വായിൽ ഹിന്ദ് അല്ലെങ്കിൽ ഗസ്വത്തിൽ ഹിന്ദ് എന്ന് പറയും. ഈ പറഞ്ഞ സംഭവം ഈ ഖുറാനിൽ എവിടെ എഴുതി വെച്ചിട്ടില്ല. അല്ലെങ്കിൽ നമ്മുടെ നീ ഇപ്പം പറഞ്ഞ നബി അല്ലെങ്കിൽ ഈ പറഞ്ഞ സഭാക്കള് ഇവരൊക്കെ ഉണ്ടാക്കി കൊണ്ടിട്ടുള്ള കുറേ ഹദീസുകളുണ്ട്. ഈ ഹദീസുകളിൽ ഇതുവരെ അംഗീകരിക്കപ്പെട്ട ഒരു ഹദീസിലും ഈ പറഞ്ഞ ഗസ്വായിൽ ഹിന്ദ് ഗസ്വത്തിൽ ഹിന്ദ് എന്ന് പറഞ്ഞ സംഭവം ഇതുവരെ അംഗീകരിച്ചിട്ടില്ല ആരും. അതായത് മുസ്ലിം പണ്ഡിതന്മാരും ഈ പറഞ്ഞ 6 ഹദീസുകളിൽ അല്ലെങ്കിൽ 6th ഹദീസിന്റെ ഓപ്ഷൻസ് എടുത്ത് വെച്ച് കഴിഞ്ഞാലും ഇതിലൊന്നും ഈ പറഞ്ഞൊരു കാര്യം അംഗീകരിക്കാൻ ഇതുവരെ ഈ പറഞ്ഞ ഒരാളും സമ്മതിച്ചിട്ടില്ല. അപ്പം മുഹമ്മദ് നബി ഉണ്ടാക്കിയെന്നൊന്നും പറയില്ല. മുഹമ്മദ് നബി ഉണ്ടാക്കിയ കൊല്ലങ്ങൾ അതായത് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ് ഹദീസുകൾ. അപ്പോൾ ഈ ഹദീസുകളൊക്കെ പലരും പല സമയത്ത് എഴുതി വെച്ചിട്ടുള്ളതാണ്. അതിലും ഇതുവരെ ഞാൻ ടേംസ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് ദ ടേം ഗസ്വത്ത് ഇ ഹിന്ദ് ഓർ ഗസ്വത്തുൽ ഹിന്ദ് ആൻഡ് ഇറ്റ്സ് അസോസിയേറ്റഡ് നരേറ്റീവ് ഓർ narratives are not founded in Quran or the most authentic collections of hadith. അതായത് ഈ പറഞ്ഞ ഒരു സുന്ന ഹദീയത്തിലും ഈ പറഞ്ഞ സംഭവം എവിടെ എഴുതി വെച്ചിട്ടില്ല. ഒതന്റിക് ആയിട്ടുള്ള ഹദീസിൽ ഇത് എഴുതി വച്ചിട്ടില്ല. While some hadith are found in Sunnah al-Suha, they are generally considered less authenticity than the സിഹാസിത്ത്. അതായത് നമ്മൾ 6 ഹദീസുകൾ എടുത്ത് നോക്കുമ്പോൾ ഈ പറഞ്ഞതിലൊന്നും പെടാത്ത മറ്റൊരു ഹദീസായിട്ടുള്ള ഇതിലാണ് ഇതിനെപ്പറ്റി പരാമർശിച്ചിട്ടുള്ളത്. അത് ഇതുവരെ അതിനൊരു ഒതൻറ്റിസിറ്റി ഇതുവരെ ആരും കൺഫേം ചെയ്തിട്ട് പോലില്ല. അതുകൊണ്ട് എൻ്റെ പൊന്നുമോൻ മുഹമ്മദ് നബി ഉണ്ടാക്കിയെന്നൊന്നും പറഞ്ഞ് തള്ളാൻ നിൽക്കരുത് കേട്ടല്ലോ. കുറച്ച് വിവരമില്ലാത്ത വിവരം കെട്ട
ഈ ബോധമില്ലാത്ത സംഖ്യകളെ നീ ഇങ്ങനെ മണിയടിച്ച് നിങ്ങൾക്ക് ജീവിക്കാമെന്നല്ലാണ്ട് ഇതിലൊന്നും ഒരു സംഭവമില്ല കേട്ടോ. ക്ഷമ കൈക്കൊള്ളൂ. അത് ഞാൻ അദ്ദേഹം പറയട്ടെ, പറഞ്ഞിട്ട് മറുപടി പറയാം രാഹുൽ. ഞാൻ സംസാരിച്ച് കഴിഞ്ഞിട്ട് രാഹുൽ പറയും. അല്ലാതെ ഇടയ്ക്ക് കയറരുത്. അത് മര്യാദകേടാണ്. മര്യാദ കാണിക്കും. മര്യാദ കാണിക്കും. നിങ്ങളിതിന് അസഹിഷ്ണുതയാവുന്നത് ഉള്ള കാര്യം പറയുമ്പോ കിടന്ന് തിളയ്ക്കുന്നതിനാണ്. ഉള്ള കാര്യം പറയുമ്പോ കിടന്ന് തിളയ്ക്കേണ്ട ഒരു കാര്യമില്ല. ഉള്ള കാര്യം പറയുമ്പോ തിളയ്ക്കേണ്ട കാര്യമില്ല. ഉള്ള കാര്യം പറയുമ്പോ തിളയ്ക്കേണ്ട കാര്യമില്ല. ആരും പറയണ കേക്കൂ. രാഹുലൊന്ന് അടങ്ങ്. അത് ഞാൻ പറയണ കംപ്ലീറ്റ് ചെയ്യട്ടെ. എന്റെ പൊന്ന് രാഹുൽ ഈശ്വരൻ, നിനക്ക് ഇത്തിരിയെങ്കിലും ബോധമുള്ള മനുഷ്യനല്ലേ നീ? ഈ പറഞ്ഞ ന്യൂസ് 8-ലും മലയാളം ചാനലിലും ഒക്കെ ഈ പറഞ്ഞ ഇത്തരത്തിലുള്ള ചർച്ചകളിൽ വന്നിരിക്കുന്ന മഹാന്മാരാരാണ് സംഖ്യകളുടെ കൂട്ടത്തിൽ നിന്ന്? ഒന്ന് നമ്മുടെ എക്സി മുസ്ലിം ആയിട്ടുള്ള എന്താ പറയാ ആരിഫ് ഹുസൈൻ, അപ്പുറത്തിരിക്കുന്ന ജാമിദ, ഒരു ബോധവും വിവരവും പൊക്കണമില്ലാത്ത ഒരു സാധനം കാമിദ. മൂന്നാമതായിട്ടിരിക്കുന്ന നുസ്രത് ജഹാൻ, സ്വയം പൊക്കിയായിട്ടുള്ള യാതൊരു ബോധവും ഇല്ലാത്ത ഒരു ഒതന്റിസിറ്റി ഇല്ലാത്ത ഒരു സാധനം നുസ്രത് ജഹാൻ. പിന്നെ അപ്പുറത്ത് വല്ല കൃഷ്ണമൂർത്തിയോ മറ്റേ രഘുമൂർത്തിയോ അതല്ലെങ്കിൽ ഏതെങ്കിലും BJPയുടെ കുറച്ച് വാണങ്ങൾ, ഈ 4-5 വാണങ്ങളെ വെച്ചിട്ട് ഇപ്പുറത്ത് ഒരു ഇതുമില്ലാത്ത ആരെങ്കിലും കൊണ്ടിരുത്തിയിട്ട് അവന്മാരെ മേലോട്ട് മല നമ്പ്യാരടക്കം ഇവരെ പോലത്തെ മോനിഷടക്കം കുറേ എണ്ണം ചാടി അങ്ങോട്ട് വെക്കും. എന്നിട്ട് നിങ്ങൾ പറയുന്നത് കേൾക്കാൻ പോലെ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നതിൻ്റെ ഒതന്റിസിറ്റി എന്താണെന്ന് പോലും അറിയാണ്ട് ഒരു വസ്തുതയില്ലാത്ത കാര്യങ്ങൾ ചിലച്ചുകൊണ്ടിരിക്കുന്ന ഈ വാണങ്ങളുടെ കൂട്ടത്തിൽ അവിടെ പോയി ഇരുന്നിട്ട് ഡിബേറ്റ് ചെയ്യാൻ എൻ്റെ പൊന്നു രാഹുൽ ഈശ്വരെ, നിങ്ങൾക്ക് കുറച്ച് ബോധം വിവരമൊക്കെ ഇല്ലേ? നിങ്ങൾ പറഞ്ഞാൽ അവിടെ വല്ലതും എടുക്കുമോ? ഇല്ല, അതാദ്യം മനസ്സിലാക്കണം നിങ്ങൾ. ശരി, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. അല്ല രാഹുൽ, അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുള്ളൂ, പാകിസ്ഥാൻ നടത്തുന്ന ഇസ്ലാമിക തീവ്രവാദം എന്ന് സമ്മതിക്കാൻ എന്താണ് മടിയുള്ളത് എന്നാണ്. അത് എല്ലാ മുസ്ലിങ്ങളെയും പറയുന്നതല്ല, രാജ്യത്തെ എല്ലാ മുസ്ലിങ്ങളെയും പറയുന്ന കാര്യമല്ല. ഒരിക്കലും അങ്ങനെയല്ല പറയുന്നത്. അദ്ദേഹം അങ്ങനെ ഒരു അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു പദപ്രയോഗം നടത്തിയിട്ടേ ഇല്ല. അല്ലല്ല, എനിക്ക് ആരിഫിന്റെ നിലപാടല്ലോ. മഞ്ജുഷ് എന്ന ഹിന്ദുവായ മാധ്യമ പ്രവർത്തനോടാണ് ചോദ്യം. നാളെ പറയട്ടെ, ഇനി ഞാൻ മറുപടി പറയട്ടെ. അദ്ദേഹം പറഞ്ഞതിന് മറുപടി പറയൂ. താങ്കൾ ചോദ്യത്തിനുള്ള മറുപടി പറയൂ. ഞാനതിന്റെ മറുപടിയാണ്. നാളെ യേശുക്രിസ്തുവിനെയും ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും അങ്ങയുടെ ചർച്ചയിൽ പേരെടുത്ത് അപമാനിച്ചാൽ അങ്ങ് കേട്ടോണ്ടിരിക്കുമെന്ന് ഒരു മതത്തെയും അപമാനിക്കാൻ ആരും അനുവദിക്കുകയില്ല. ഒരു മതത്തെയും അപമാനിക്കാൻ ഒരിക്കലും രണ്ടുപേരുടെ മാത്രം കാര്യം എടുത്ത് പറയണ്ട. ഒരിക്കലും ഒരു മതത്തെയും അപമാനിക്കാൻ അനുവദിക്കില്ല. കേട്ടല്ലോ, നിങ്ങൾ നാളെ മുഹമ്മദ് നബീനെയും പറഞ്ഞ മഹാവിഷ്ണുവിനെയും കൃഷ്ണനെയും അല്ലെങ്കിൽ ജീസസിനെയും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരത് ചെയ്തു അവർ ചെയ്തു എന്ന് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് കേട്ടോണ്ടിരിക്കും നമ്മുടെ ആരിഫിന് അവൻ്റെ അണ്ണാക്കിലോട്ട് പൈസ തള്ളിക്കൊടുത്ത് കഴിഞ്ഞാൽ, സുഖം തള്ളിക്കൊടുത്ത് കഴിഞ്ഞാൽ അവന് എന്തും പറയും. അവൻ ഏത് ചെറ്റത്തരം പറയും. അവൻ ഇവിടെ നിൽക്കും, അവിടെ എവിടെയും കാലൊക്കെ അവൻ എവിടെ വേണം കാലിട്ട് അവൻ ചെറ്റവർത്തനവും പറയും. അതുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ അവനെ ചർച്ചയ്ക്ക് വിളിക്കാനും അവനോട് സംസാരിക്കാൻ പോകാനും. അതാദ്യം മനസ്സിലാക്കണം. ഇനി ഇവിടെ അങ്ങോട്ട് അവൻ്റെ യഥാർത്ഥ തനി കോണം വിത്ത് കോണം അവനിപ്പോൾ എടുക്കുന്നുണ്ട്. അതോടെ കേൾക്കും നിങ്ങൾ. അതാണ് ഇന്ത്യയുടെ ഇത് മനുസ്മൃതി കത്തിച്ച നാടാണ്. ഇവിടെ ഖുർആൻ കത്തിക്കേണ്ടി വന്ന കത്തിക്കണം. അത് തന്നെ ഞാൻ പറയാം. ഓക്കെ, ഒരു കാര്യം ചെയ്യും, ആരിഫ് ഹുസൈനെ കത്തിക്ക്, ജയിലിൽ പോണ വേണം. മനുസ്മൃതി കത്തിച്ച അവിടെ പോകില്ല, ഖുർആൻ കത്തിച്ച പോകും. അത് തന്നെ ഞാൻ പറഞ്ഞത്. അതാണ് ഇസ്ലാമിന്റെ ആ കോണം. അത് തന്നെയാണ് ഇസ്ലാമിന്റെ കോണം. മനുസ്മൃതി കത്തിച്ചാൽ ഇവിടെ ജയിലിൽ പോകില്ല. എല്ലാ വർഷവും മനുസ്മൃതി ദഹൻ ദിവസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇവിടെ ഒരു പ്രസക്തമായ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ കേട്ടല്ലോ, ആരിഫിന്റെ തനി കോണം നിങ്ങൾ കണ്ടല്ലോ. അവൻ ഈ നാട്ടിൽ എങ്ങനെയെങ്കിലും നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും 2 ഹിന്ദുക്കൾ ഖുർആനും കത്തിക്കണം, ഏതെങ്കിലും 2 മുസ്ലിങ്ങൾ മനുസ്മൃതിയും കത്തിക്കണം. അതോടുകൂടി നാട്ടിലെ ആൾക്കാർ പരസ്പരം തല്ലിച്ചത്തിട്ട് അതിൻ്റെ ഇടയ്ക്ക് ചോര കുടിക്കുന്ന ഒരു പരമ പിശാചായിട്ടുള്ള വൃത്തികെട്ട കരിന്തേളാണ് അവൻ ഇങ്ങനത്തെ വർത്താനം. അവൻ്റെ തനി കോണം, അവൻ്റെ വിത്ത് കോണാണെങ്കിലും വേണ്ടില്ല, അവൻ പിഴച്ചു പറ്റ കോണാണെങ്കിലും വേണ്ടില്ല, ആ കോണം അവൻ കാണിക്കും. ആ കോണത്തിൻ്റെ വർത്താനാണ് അവനിപ്പോൾ പറഞ്ഞത്. അതുകൊണ്ട് ഇമ്മാതിരി കോണം കെട്ട സാധനങ്ങളോട് സംസാരിക്കാൻ പോവാണ്ടിരിക്കുക. മനുസ്മൃതി കത്തിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്കൊന്നുമില്ല. മനുസ്മൃതി അല്ല ഹിന്ദുക്കളുടെ ആചാരത്തിൻ്റെ അനുഷ്ഠാനത്തിൻ്റെയും ആധാരം. വേദങ്ങളും ഉപനിഷത്തുകളും നിറഞ്ഞിട്ടുള്ള ഹിന്ദുക്കളുടെ ആചാര അനുഷ്ഠാനങ്ങളുടെ ബേസ് എന്ന് പറഞ്ഞ മനുസ്മൃതി അല്ലട മരവാണമേ. പക്ഷെ നീ ഖുർആൻ കത്തിക്കാൻ പറയുന്നത് മുസ്ലിം എന്ന സമുദായത്തിൻ്റെ, ലോകത്തിലെ 2ാമത്തെ ഏറ്റവും വലിയ മതമായിട്ടുള്ള മുസ്ലിം എന്ന സമുദായത്തിൻ്റെ ബേസ് ആയിട്ടുള്ള ഖുർആൻ, അത് കത്തിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടാനാണ്?
അത് കത്തിക്കുന്നതിനെ കൂടുതൽ നീ ഇപ്പുറത്ത് നീ മനുസ്മൃതി, നീ പല വീഡിയോയിൽ ഞാൻ നിന്നെ കണ്ടിട്ടുണ്ട്, നീ ചെറ്റ വർത്താനം പറഞ്ഞതിന് പകരം നീ പറ നാളെ ഞാൻ ഗീത കത്തിക്കാൻ പോവുക, അല്ലെങ്കിൽ നാളെ ഞാൻ രാമായണം അല്ലെങ്കിൽ ഏതെങ്കിലും വേദങ്ങൾ, ഉപനിഷത്തുകൾ, വേദങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗീത, ഭഗവത്ഗീത നീ പബ്ലിക്കായിട്ട് കത്തിച്ചിട്ട് നീ വെല്ലുവിളിക്കും, ഞാനിത് കത്തിക്കുന്നു, നിങ്ങൾ എന്ത് ചെയ്യും നീ വെല്ലുവിളിക്കും. അന്ന് നിനക്കറിയാം നിന്റെ കുണ്ടിയിലോട്ടുണ്ടല്ലോ സംഘികൾ ശൂലം കയറ്റി, പണ്ട് നമ്മുടെ ഗുജറാത്ത് കലാപത്തിൽ തൃശൂലം കയറ്റില്ല, അതുപോലെ പല സാധനങ്ങളും നിന്റെ കുണ്ടി കയറ്റി അമ്മ കുത്തി തീർത്തു. അതുകൊണ്ട് ഇമാതിരി മനുസ്മൃതി വെച്ചിട്ട് നീ ഒരുമാതിരി ആപ്പ പരിപാടി വെല്ലുവിളിക്കാൻ നിൽക്കരുത്. കത്തിക്ക് നാളെ നീ ഗീത കത്തിക്ക്, പബ്ലിക്കിൽ വന്ന് നാളെ ഗീത നീ കത്തിച്ചിട്ട് നീ ഹിന്ദുക്കളെ വെല്ലുവിളിക്കുക, എന്ത് ചെയ്യും നിങ്ങൾ, എന്നിട്ട് ആക്കാം നമുക്ക് ഖുർആൻ കത്തിക്കൽ ഇപ്പുറത്ത്. അപ്പം ഈ കാണുന്ന ആൾക്കാരെങ്കിലും ഇത് മനസ്സിലാക്കണം, ഇവന്റെ അജണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ മുസ്ലിമിനെയും ഹിന്ദുവിനെയും തമ്മിലടുപ്പിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ചോര കുട്ടിച്ച് ഇവന്റെ വയറ് നിറയ്ക്കാനുള്ള പരമനാറിത്തരാണ് ഇവനീ കാണിക്കുന്നത്. അല്ലാണ്ട് ഇവൻ ഒരു തരത്തിലുള്ള സഹിഷ്ണുത ഒരു മതത്തിനോടും അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിനോടും സ്വന്തം ഉമ്മനോടും സ്വന്തം ഉപ്പനോടും സ്വന്തം സമൂഹത്തിനോടും ഇല്ലാത്ത ഒരു നികൃഷ്ട ജീവി മാത്രമാണ് ഇവൻ. അത് മനസ്സിലാക്കിയിട്ട് വേണം ഇവനോട് നിങ്ങൾ ഡിബേറ്റിൽ സംസാരിക്കാൻ. അല്ലെങ്കിൽ ഇവൻ വാ തോരാണ്ട് ഇവൻ ഇമ്മാതിരി ചെറ്റ വർത്തനവും പറഞ്ഞുകൊണ്ടിരിക്കും, അത് ഉറപ്പാണ്.